അപ്പോൾ നമ്മളിന്നുള്ളത് കടലുകാണിപ്പാറയിലാണേ. കിളിമാനൂരിൻ്റെ അടുത്തുള്ള കടലുകാണിപ്പാറ. ഇത് കണ്ടോ, ഇത് അമ്പലത്തിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് കണ്ടില്ലേ, നല്ല അകി കയറിയിരിക്കുന്നുണ്ടോ, അടിപൊളിയാണ്. നല്ല പച്ചപ്പ് ഹരിതാവ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തായാലും കൊള്ളാം. വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. നമ്മൾ 4 മണി കഴിഞ്ഞല്ലേ, 4 മണി കഴിഞ്ഞു. അങ്ങനെ കടലുകാണിപ്പാറ കാണാൻ വേണ്ടി കയറിയതാ. കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്തുവാ ചെമ്പകത്തിന് എന്തോ വാവ്, നല്ല സൂപ്പർ ചെമ്പകം ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ നാഗരുടെ ഇരിപ്പഴം ഇവിടെയാണ്. അതെ കണ്ടോ, ഇതാകി പറഞ്ഞ ചെമ്പകം. പൂവില്ല കേട്ടോ, പൂവില്ല. സൂപ്പറാട്ടോ. കാവിൻ്റെതായ പ്രതീതിയൊക്കെ ഉള്ളൊരു ഭാഗം തന്നെയാണ്. നാഗരുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് വഴി മേലോട്ട് കയറാം. എന്നല്ലേ എവിടെ പോവാന്ന് അറിയത്തില്ല. ഞങ്ങളതേ കയറി നോക്കുക. ആ പാറയിൽ പൊത്ത് കാണുന്നുണ്ടോ? ആ ഉണ്ടോ? അയ്യോ, വഴി തീർന്നോടെ. ആ കയറിക്കോ, നമുക്ക് നോക്കാം. അങ്ങനെയൊന്നുമില്ല, കയറിക്കോ. കയറാൻ പാടില്ലാത്ത സ്റ്റെപ്പ് വയ്ക്കൂടാ. വേണ്ടോ, ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാവൽപ്പഴമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായോ? അല്ല, ഇതൊരു തരം ആലാണ്. കൊള്ളാം, നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്. അവിടെ കുഴിയാണെങ്കിൽ ഇതോ അതിൽ തുടരുതേ, ആ സാധനം വേറെയാണേ. ഞാൻ ഒരു സാധനം കാണിച്ചു തരാമേ. ഇത് തുടരല്ലേ ഇത് ചാര്. ഇത് നിനക്ക് പ്രത്യേകിച്ച് അലർജി ഉണ്ടാക്കും. ഇത് നല്ല രീതിയിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആർക്കാണേലും. ഇതിന്റെ പഴവും ഇലയും ചാറും തണ്ടും മരം വരെ ഭയങ്കര അപകടം പിടിച്ച ഒന്നാണ്. ഞങ്ങളുടെ നാട്ടില് ചാരെന്ന് പറയുന്നത്. ചാര് എല്ലാവർക്കും ഇത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര അപകടം പിടിച്ച ഒന്നാണ്. ഇപ്പൊ ചാര് കണ്ടില്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പഴമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാ. ഇത് പറിച്ച് കഴിക്കാൻ തോന്നും, ഞാവൽപ്പഴം പോലെ ഇരിക്കുക. പക്ഷെ ആള് ഭയങ്കര അപകടകാരിയാ. കണ്ടോ, അതിക്കുന്നുണ്ടോ? കാണിച്ചുതരാം. ഭയങ്കര ഭംഗിയാ, കഴിക്കാൻ തോന്നും. കിളിമാനൂർ വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കയറി കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആണെങ്കിലും നമുക്ക് വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ദൂരതയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് സമയം ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൂടാതെ ഒരു അമ്പലവും കൊണ്ട് അമ്പലത്തിൽ കയറി തൊഴാം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആവാം. എല്ലാം കൊണ്ടും നല്ല സ്ഥലമാണ്. കിളിമാനൂർ പോകുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് മിസ്സാക്കേണ്ട. എല്ലാവരും കയറി ഒന്ന് കണ്ടോ. ഒരു തവണ കയറി കാണാനും ഇരുന്നിരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം കൂടെയാണ്.